നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റും ഷുഗറും ഇല്ലാത്തൊരു ഡയറ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഡയറ്റ് എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. അപ്പം വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കാർബ്സും ഷുഗറും ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു 1 മന്ത് കാർബ്സും ഷുഗറും ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കാം? ഒട്ടുമിക്ക എല്ലാ ഭക്ഷണത്തിലും ഈ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഷുഗറും ഉണ്ടല്ലോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുക? അപ്പം ഒട്ടും തന്നെ കാർബ്സും ഷുഗറും ഇല്ലാത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേരം കാർബോഹൈഡ്രേറ്റ് എടുക്കാവുന്നതാണ്. മറ്റുള്ള 2 നേരം കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഷുഗറും ഇല്ലാത്ത ഭക്ഷണങ്ങൾ മാക്സിമം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ 1 മന്ത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ആളുകൾക്ക് ഉള്ളൊരു ഡൗട്ടാണ്, ഏതൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഷുഗറും ഇല്ലാത്ത ഭക്ഷണം എന്ന്. ഇപ്പം ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഡയറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് മിക്കവാറും കീറ്റോ ഡയറ്റ് ആയിരിക്കും. കീറ്റോ ഡയറ്റിൻ്റെ അകത്ത് ലോ കാർബ്സ് ആൻഡ് ഹൈ ഫാറ്റ് ആണ്. LCHS പോലെ തന്നെ ഈ കീറ്റോ ഡയറ്റിൻ്റെ അകത്താണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഫാറ്റ് ആണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് കാർബ്സും അതുപോലെ തന്നെ ഷുഗർ ഒട്ടും വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുഖത്തോടു കൂടി അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റിൻ്റെ ക്രമീകരണമാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ കാർബ്സും ഷുഗറും ഇല്ലാതെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈമിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഉച്ചയ്ക്ക് നിങ്ങളിപ്പം കാർബ്സ് എടുക്കുന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ടിൽ ചെറിയൊരു കപ്പ് അരി, അതായത് അരി ആഹാരം നിങ്ങൾക്ക് എടുക്കാം, ചോറ് നിങ്ങൾക്ക് കഴിക്കാം. അതിപ്പം ബ്രൗൺ റൈസ് ആവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അത് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലോട്ട് അമിതമായിട്ട് ഷുഗറിനെ റിലീസ് ചെയ്യില്ല, രക്തത്തിലോട്ട് അമിതമായിട്ട് ഷുഗർ റിലീസ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു കപ്പ് എന്ത് ചെയ്യാം, ബ്രൗൺ റൈസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ 2 നേരം ബാക്കി എന്തൊക്കെ കഴിക്കണം. അപ്പം ഇതിൽ തന്നെ കാർബ്സും ഷുഗറും ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. പച്ച നിറത്തിലുള്ള ലീഫി ആയിട്ടുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്കറികളിൽ നന്നായിട്ട് എന്തുണ്ട്, ഈ കൂടുതലായിട്ട് നമ്മളെ ബോഡിയിലേക്ക് വരേണ്ട ന്യൂട്രീഷനും അതുപോലെ തന്നെ വേണ്ട എല്ലാവിധ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇലക്കറികളിൽ നന്നായിട്ടുണ്ട്. ഇപ്പോൾ വിറ്റാമിൻ A, E ഇങ്ങനെയുള്ള വൈറ്റമിൻസ് ആണെങ്കിലൊക്കെ ഇതിൽ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പം അതിപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങ അല്ലെങ്കിൽ ചീര അല്ലെങ്കിൽ നമ്മുടെ പച്ച നിറത്തിലുള്ള പച്ചക്കറികളായിക്കോട്ടെ, ക്യാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവർ, ബ്രൊക്കോളി ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾ ഒരു നേരം ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സൂപ്പ് ആക്കിയിട്ട് കഴിക്കാം. ഇപ്പോൾ ബ്രൊക്കോളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രൊക്കോളിയും ക്യാരറ്റ് ആഡ് ചെയ്യണമെന്നില്ല. ക്യാരറ്റ് ചിലപ്പം ഷുഗറുള്ള പേഷ്യൻസൊക്കെ ആണെങ്കിൽ അതിൽ ചെറിയൊരു എമൗണ്ടിൽ എന്ത് വരുന്നുണ്ട്, ഷുഗറും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജസ്റ്റ് ബ്രൊക്കോളി വേവിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നേരത്തെ സൂപ്പ് പോലെയോ ഒരു നേരത്തെ ഭക്ഷണം പോലെയോ നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. അപ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഒട്ടും തന്നെ കാർബ്സും ഇല്ല, അതുപോലെ തന്നെ ഷുഗറും വരുന്നില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് മുട്ട എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് മുട്ട കഴിക്കുന്നതും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, മുട്ട കഴിക്കുന്ന സമയത്ത് നിങ്ങൾ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കി വെള്ള മാത്രം കഴിക്കും. മുട്ട എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫുഡാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മുഴുവനായിട്ട് തന്നെ കഴിക്കാനും ശ്രദ്ധിക്കണം. കാരണം ഒരു മുട്ട കഴിക്കാം, നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം 2 മുട്ട കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞ കഴിക്കാത്ത ആളുകളാണ് 2 മുട്ടയുടെ അല്ലെങ്കിൽ 3 മുട്ടയുടെ വെള്ള വരെ നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. ഇപ്പം നോക്കുകയാണ്, വിറ്റാമിൻ B12, വിറ്റാമിൻ D, B6, B7 ഇങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ കൂടുതലും വേണ്ടത് നമ്മുടെ ജോയിൻസിനും മസിൽസിൻ്റെയും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഒക്കെ ഗ്രോത്തിനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ബയോട്ടിൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. ബയോട്ടിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെയർ ഗ്രോത്തിനും കെരാറ്റിൻ്റെ ആ ഒരു കൂടുതലായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ ഇത് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഒരു മുട്ടയോ അല്ലെങ്കിൽ 2 മുട്ടയോ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ടയിൽ ലെസിത്തിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഈ ലെസിത്തിൻ നമ്മുടെ ഹൃദയത്തിനൊക്കെ ഒരുപാട് ഗുണകരമായിട്ടുള്ളതാണ്. അതായത് നമുക്ക് വരുന്ന അറ്റാക്കും കാര്യങ്ങളൊക്കെ തടയാനുള്ളൊരു കഴിവ് ഇതിനുണ്ട്. HDL കൊളസ്ട്രോൾ ആണ് കൂട്ടുന്നത്, ഒരിക്കലും LDL കൊളസ്ട്രോൾ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുട്ട നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്ന് നട്ട്സാണ്. പക്ഷെ നട്ട്സ് ഒരിക്കലും അമിതമായിട്ട് എടുക്കാൻ പാടില്ല. നട്ട്സ് കഴിക്കാമെന്ന് കരുതിയിട്ട് നിങ്ങൾ 3-4 നേരം നട്ട്സ് എടുക്കരുത്.
നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് നട്ട്സ്. അപ്പോൾ നിലക്കടലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു പിടി നിലക്കടല കഴിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം കാഷ്യൂനട്ടൊക്കെ ആണെങ്കിലും അതിനൊരു എണ്ണം കൊടുക്കാം. മാക്സിമം ഒരു 8 കാഷ്യൂനട്ട് ഒരു ദിവസം, അത്ര മാത്രമേ പോകാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ കാഷ്യൂ എടുക്കേണ്ട. ബദാമൊക്കെ ആണെങ്കിൽ ഒരു 10 ബദാം നിങ്ങൾക്ക് ഒരു നേരം, അതായത് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ബദാമായിട്ട് എടുക്കാം. ഇതിൻ്റെ അകത്ത് മാഗ്നീഷ്യവും പൊട്ടാസ്യവും അതുപോലെ തന്നെ വിറ്റാമിൻ ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മസിൽസിനൊക്കെ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു ഫുൾനെസ് ഇത് തരും. നിങ്ങളതൊരു ബദാമൊക്കെ ഒരു 10 എണ്ണമൊക്കെ ബദാം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടൊരു ഫുൾനെസ്സും കാര്യങ്ങളും വരും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇടനേരത്ത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഫിഷ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിഷ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ഫിഷ് ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കരുത്. ഒന്നെങ്കിൽ കറി വെച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുക. ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയിൽ വരുന്ന ആ കറുത്ത പോർഷൻ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ആ ഫിഷ് അതുപോലെ എടുത്ത് കഴിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വരുന്നുണ്ട്. പ്രത്യേകം പറയുകയാണെങ്കിൽ ചെറു മത്സ്യങ്ങൾ തന്നെ, മത്തി, അയല, നത്തോലി എന്നൊക്കെ പറയുന്ന ചെറു മത്സ്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് കുറയ്ക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരുപാട് അസുഖങ്ങൾ നിങ്ങൾക്ക് മാറിപ്പോകുന്നതും നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബോഡിയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഉഷാറായി എനർജറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഏജിങ് പ്രോസസ്സിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുത്താൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് ലീൻ മീറ്റ് ആണ്. ലീൻ മീറ്റ് എല്ലാവർക്കും അറിയാം, ചിക്കൻ വരുന്നതാണ് ലീൻ മീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ചിക്കനൊക്കെ എടുക്കുന്ന സമയത്ത് കറി വെച്ച് കഴിക്കുക, അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യാം, ബ്ലാക്ക് പോർഷൻ ഒഴിവാക്കിയാൽ മതി. ഒരുപാട് കഴിക്കരുത്. ഇപ്പം ചിക്കൻ ആണെങ്കിലും അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാലഡ്സ് എന്ന് പറയുന്ന സമയത്ത് നോർമലി ഹോട്ടലിലൊക്കെ പോയിട്ട് ഈ ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ അവർ നമുക്ക് സാലഡ്സ് തരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലാണെങ്കിലും ഈ ഗ്രിൽഡ് ഐറ്റംസ് കഴിക്കുമ്പം കുക്കുംബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉള്ളി ആയിക്കോട്ടെ, ടൊമാറ്റോ, തക്കാളി ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ തന്നെ കാർബ്സ് ഇല്ലാത്തൊരു ഫുഡാണ് കുക്കുംബറും ഈ ടൊമാറ്റോ എന്ന് പറയുന്നത്. കുക്കുംബറിലൊക്കെ ആണെങ്കിൽ വാട്ടർ കൂടുതൽ കണ്ടന്റ് ഉണ്ട്, വിറ്റാമിൻ ഇ റിച്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനും അതിന് ചുറ്റുള്ള കാർട്ടിലേജിനൊക്കെ ബലം കൊടുക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് കുക്കുംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കുക്കുംബർ നിങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഒരുവിധം അസിഡിറ്റി വരുന്ന ആളുകൾക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കുംബർ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ കുറയാറുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ ആണെങ്കിലും, ടൊമാറ്റോ കഴിക്കുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നത്തിനാണെങ്കിലും ഹാർട്ടിന് ക്രോമിയം കളിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെജീസൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് ടൊമാറ്റോ കൂടെ, അമിതമാവാതിരുന്നാൽ മതി, കുറച്ച് ടൊമാറ്റോസൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു ബെസ്റ്റ് ഫുഡാണ് അവാക്കാഡോ എന്ന് പറയുന്നത്. അപ്പം അവാക്കാഡോ നമുക്ക് എല്ലാ സമയത്തും നമുക്കത് എന്ന് പറയുന്നത് കുറച്ചൊരു റേറ്റ് കൂടുതലായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പം എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണം എന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ സീസൺ ആവുന്ന സമയത്തൊക്കെ നിങ്ങളത് മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിറ്റാമിൻ ഇ റിച്ച് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് കൊഴുപ്പിനൊക്കെ കുറയ്ക്കുന്നു. ഹാർട്ടിന് വേണ്ട HDL കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് അവക്കാഡോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുടി അധികമായിട്ട് കൊഴിഞ്ഞു പോവുക, വിറ്റാമിൻ ഡിയുടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഈ അവക്കാഡോ കഴിക്കുന്നത് വഴി നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് മഷ്റൂം എന്ന് പറയുന്നത്. മഷ്റൂമൊക്കെ വളരെ സീസൺ, അതായത് എല്ലാ സീസണിലും നമുക്ക് കിട്ടണമെന്ന് വരില്ല. അത് വളരെ സീസണബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാൻ. മഷ്റൂം കഴിക്കുന്ന സമയത്ത്, അഥവാ കൂൺ, എല്ലാവർക്കും അറിയാം, കൂണ് കഴിക്കുമ്പം അതിൽ വിഷം ഉള്ള കൂണുകളുണ്ട്. അതൊക്കെ സെലക്ട് ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കൂണിലാണെങ്കിലും കൂണ് കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾനെസ് തരുന്നതാണ്, നമ്മുടെ വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. നിങ്ങൾ അധികം ഫ്രക്ടോസ് കണ്ടൻറ്റ് ഇല്ലാത്ത, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഓവറായിട്ട് പഴുത്ത ഫ്രൂട്ട്സുകളിൽ ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ഫ്രക്ടോസ് ഇല്ലാത്ത ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതായത് ഇപ്പോൾ പേരയ്ക്കൊക്കെ, അധികം പഴുപ്പില്ലാത്ത പേരക്ക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ ഹെൽത്തിയാണ്. ആപ്പിൾ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അധികം പഴുത്ത മാമ്പഴം, അതുപോലെ തന്നെ ചക്ക,
ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നല്ല പഴുത്ത പൈനാപ്പിൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്കിപ്പോൾ പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഓറഞ്ചൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പുളിയുള്ളൊരു ഫ്രൂട്ട്സാണ്, അതൊക്കെ നമ്മുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ തടിയൊന്നും കൂടില്ല. ഭക്ഷണം എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സസൈസ്. എക്സസൈസ് എല്ലാ ഡോക്ടേഴ്സും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ബോഡിയിലേക്ക് ഇപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തൊക്കെ പെട്ടെന്ന് അതിൻ്റെ ന്യൂട്രിയൻസും കാര്യങ്ങളും നമ്മുടെ ബോഡി ക്യാരി ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം, വെള്ളം കുടിക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലീൻ്റെ ഭാഗമായിട്ട് ബിസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്കിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു കറക്റ്റായിട്ടുള്ള റൂട്ടീൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഈ ഭക്ഷണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഈ 2 നേരങ്ങളിൽ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ കാർബ്സ് എടുക്കാം. ഒട്ടും തന്നെ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലൊന്നും ഒരിക്കലും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾ വളരെ പതുക്കെ ചെയ്തിട്ട് പിന്നീട് മെല്ലെ മെല്ലെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടുക, ടൈം കൂട്ടുക, അതിൻ്റെ ഫ്രീക്വൻസി അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാർബ്സും അതുപോലെ തന്നെ ഷുഗർ ഇല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിലൊക്കെ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റും കാര്യങ്ങളും ഒന്നും കുറയുന്നില്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ നമുക്കൊരു പേഴ്സണൽ ട്രെയിനറൊക്കെ ആയിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.